എങ്ങനെയുണ്ട് സാർ? ശ്വാസം വിടറു. എന്തൊക്കെയായാലും കലക്കി കട്ടിലൊടിച്ചോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നെ കണ്ട് ഇത്ര പ്രതീക്ഷിക്കത്തില്ല. അത്രയൊന്നും പൊങ്ങണ്ട കേട്ടോ. പിന്നെ തനിക്കല്ലേ എന്നെ യാതൊരു വിലയില്ലാതിരുന്നത്. സാർ ഇങ്ങനെയൊക്കെ താൻ അറിഞ്ഞോ, ഹിന്ദി സിനിമയിലെ സൂപ്പർ താരം ശില്പ ഷെട്ടിയുടെ സഹോദരി ഷീല ഷെട്ടി ഹോട്ടൽ താജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ സന്ദർശിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. എന്റെ പൊന്നു സാറേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ ആൻഡ് ബ്രിട്ടാൻ ബിസ്ക്കറ്റ് ഓഫ് നൂഡിൽസ് കഴിക്കാൻ കൊടുക്കണ്ടേ? അതെ, താൻ ശരിക്കൊന്ന് പിടിച്ചാൽ ഷെട്ടിയെ നമ്മുടെ പടത്തിൽ അഭിനയിപ്പിക്കാം. ആണോ? പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പറഞ്ഞിരുന്നില്ല, അവർ വന്നെന്ന് തോന്നുന്നു. ഔവൈ ഷൺമുഖൻ. ഹലോ മേഡം, ഹലോ മേഡം. യാത്ര കേൾക്കുന്നുണ്ടായിരുന്നു. അയാത്ത ഡയറക്ടർ സാറേ, ഞാൻ അഭിനന്ദിച്ചതാണ്. അഭിനന്ദനം. ബോംബെ ശൈലി. ബോംബെ അല്ല, ഇത് കേരളമാ. ആ സ്റ്റൈലിൽ അങ്ങ് അഭിനന്ദിച്ചാൽ മതി കേട്ടോ. ഇങ്ങോട്ട് മാറി നിന്നേ. ഹലോ മാഡം, ഞാനാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ലോനപ്പൻ. എടോ, തന്നെ മാഡം വിളിക്കുന്നു, എന്തോ പറയാനുണ്ടെന്ന്. हेलो मैडम, आई एम द डायरेक्टर महोदय वर्मा. आपको हिंदी आता है? हाँ, कुछ कुछ होता है. बहुत अच्छा. हाँ, बहुत अच्छा, बहुत अच्छा. बहुत अच्छा. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? സാറിനെ കണ്ടിട്ട് മുത്തച്ഛനെ പോലെ തോന്നുന്നു. ഞാനിതാ പറയാരാ. അവർക്ക് മലയാളം അറിയുമെന്ന് ചോദിച്ചേ. मैडम, तुम मलयालम करना चाहते हो? മലയാളം മലയാളം കുറച്ച് കുറച്ച് പറയും. ഓ അച്ഛാ, അച്ഛനല്ല, ഞാൻ പറയും. മലയാളം സാറേ, സാറിന്റെ പട്ടി ഉരയ്ക്കുന്ന പോലെ മലയാളം കാരിച്ച് കാരിച്ച് പറയും എന്നാണ് അവർ പറയുന്നത്. എന്റെ പട്ടി പറയുന്നത്. ഹലോ മാഡം, പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഏത് ടൈപ്പ് പട്ടി വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ എത്തിച്ചു തരാം. എല്ലാ ടൈപ്പും എന്റെ വീട്ടിലുണ്ട്. ഒന്ന് പറഞ്ഞു കിട്ടിയാ മതി. സാറേ, പിച്ച എടുത്ത് ചാകാൻ. ചാകും. അതെ മേഡം, നമ്മുടെ പ്രൊഡ്യൂസറാണ്. പാവപ്പെട്ടവരാണ്, പാവപ്പെട്ടവനായ ഒരു കോടീശ്വരൻ. അതാണ്. നമ്മുടെ പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കാം. അതാണ് നമുക്കറിയാം. ആ മേഡം, തും ഹമാര സിനിമ മെയിൻ ഹീറോയിനെ കണ്ട ജാത്ത മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മേഡം ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാണോ എന്ന അല്ലേ സാറേ? ഞങ്ങൾ എന്തിനും തയ്യാർ. ഞാൻ വന്നപ്പോഴേ നോട്ട് ചെയ്തിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടമായി. ഇനി അടുത്ത് നിന്നാൽ എൻ്റെ കൺട്രോൾ പോകും. പ്ലീസ് മാറി നിൽക്കൂ. അപ്പൊ മേഡത്തെ ഞങ്ങളുടെ സിനിമയിൽ നായികയായി സെലക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ പോയി ഡ്രസ്സ് മാറിക്കോളൂ. സാറേ, ഒരു അഡ്വാൻസ് കൊടുത്തില്ല. എനിക്കറിയാം, അഡ്വാൻസ് ഒക്കെ റൂമിൽ ചെന്ന് ഞാൻ കൊടുത്തോളാം. ആ, അഡ്വാൻസ് സാറ് മുഴുവനോടെ റൂമിൽ വന്നു തരും. ബഹുത്തച്ഛൻ തരും, ബഹുത്തച്ഛൻ തരും, പുള്ളി തരും. ശരി, വയ്ക്കോ. സാറേ, ഇങ്ങോട്ട് വന്നേ. സാറ് തന്നെ കെട്ടിക്കേറി അങ്ങോട്ട് പോന്നെ. അവർ തുണി മാറാൻ വേണ്ടി പോയത്. ഇങ്ങോട്ട് പോകും. നമുക്ക് വേണമെങ്കിൽ സഹായിച്ചു കൊടുക്കാമല്ലോ. ബോംബെ നിന്ന് വന്ന പാർട്ടിയൊക്കെ അല്ലേ. ആ, പിന്നെ അഡ്വാൻസ് അവിടെ വെച്ചാൽ കൊടുക്കാമെന്ന് വെച്ചു. ഒന്നും വേണ്ട. ഇങ്ങോട്ട് വന്നേടാ. ഇങ്ങോട്ടാടാ എലിവാണം വിട്ട പോലെ പോകുന്ന. എങ്ങോട്ടാ? അപ്പോഴേക്കും അകത്തോട്ട് കയറ്റിയോ? എങ്ങോട്ടാ? നമ്മുടെ നായിക വന്നിട്ടുണ്ടല്ലോ അച്ചായ. അപ്പൊ അവർക്ക് വല്ല പുറത്ത് പോയി പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാറുണ്ടല്ലോ. കാറുണ്ടല്ലേ? പോയി കാർ കയറിയതാ. മോനെ ഇങ്ങ് വന്നേ. സാറൊരു കാര്യം പറയാം. എന്റെ പൊന്നിങ്ങ് വന്നേ. മോനെ, വെളിയിൽ ഒരു കാറ് കിടപ്പുണ്ട്. പോയി കഴിയറാ മോളാ. ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ. സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നാണോ? കൂടുതൽ ട്രൈ ചെയ്തിട്ടാ കൊള്ള. അവൻ പറയുമായിരുന്നേ, അവൻ അമ്മായിയമ്മയുടെ 16 അടി നിറന്ന ആളെയാണ്. അതിന് ഞാൻ ചെല്ലണമെന്ന്. ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നെ അവൻ വിളിച്ചില്ലല്ലോ. താമസിക്കാതെ സാറിനെ അവൻ വിളിച്ചോളൂ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആയിക്കോട്ടെ. ഓക്കെ. മാഡത്തിനും ആയക്കും ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഫീൽഡ് ക്ലിയർ. ഓക്കെ, ഫീൽഡ് ക്ലിയർ. അവിടുന്ന് മാറി ഷൂട്ടിംഗ് തുടങ്ങാണ്.
ഇവിടെ നമ്മളോടാ പറഞ്ഞത്. എന്നോടോ? അതെ. ഏ? ഒരു പ്രൊഡ്യൂസർ വന്നിരിക്കുന്നു. കമ്പലൊരു തുണിയിട്ടാൽ മതി, ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കും. പ്രൊഡ്യൂസറാണ്, പാവമാണേ. മേഡം, മോഹൻലാലിനെ കണ്ടോട്ടെ കേട്ടെ. നമ്മള് മോഹൻലാലിന്റെ ഒരു പാട്ട് സീനാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം സെറ്റ് ആയാൽ ഞാൻ പറയാം. ഞാൻ വെയിറ്റ് ചെയ്യാം. തീർച്ചയായും ആയാ പറയണോ? പറയും പറയും. ഓക്കെ, സ്മാർട്ട് ബൈ. ആയാ ആയാ ആയാ. മേഡം ആയില്ല, ആകട്ടെ ആകട്ടെ. ഞാൻ എന്റെ ആയ വിളിച്ച. ആയ വിളിച്ചതാണ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. ആയാ ആയാ. മേഡം, അതായത് നമ്മൾ എടുക്കുന്ന സീൻ എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ പാട്ട് സീനാണ്. കട്ടോട്ട് കണ്ടില്ലേ? ഇത് ഏതേ കരിമ്പൂതം? എന്നോട് വിളിച്ചതാ? താൻ എന്നാടോ അവരെ വിളിച്ചത്? മാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകളെ അപമാനിക്കല്ലേ, പറഞ്ഞേക്കാം. സാറേ, ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ. എന്നാ പറയാ? നിങ്ങൾ തമ്മിൽ നല്ല ചർച്ചയാ. ആണാ? ഈ നാമേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. സീൻ എടുക്കാം. അപ്പുക്കുട്ട തൊപ്പിക്കാരായ എപ്പ കല്യാണം? മോഹൻലാല് ചേട്ടും വന്നാൽ അപ്പ കല്യാണം. അടിപൊളിയാണ് മേഡം, സൂപ്പർ സൂപ്പർ. സാറേ, അഭിനന്ദനമാണെന്ന് ഞാൻ പറഞ്ഞു. മലയാളം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ലേ? അപ്പോഴേ ഇതിന്റെ മോളിൽ കയറി കിടന്നല്ലായിരുന്നു അഭിനന്ദനം കംപ്ലീറ്റ്. അതെ, അതെ. ഇനി തൽക്കാലം അഭിനന്ദിക്കണ്ട കേട്ടോടാ കുള്ള. സാറേ, അത് കൊണ്ടുപോകല്ലേ സാറേ, സാറേ അത് കൊണ്ടുപോകല്ലേ പ്ലീസ്, എന്റെ ജീവനാണ്. ഈ സ്റ്റൂളിൽ എങ്ങനെ ഞാൻ സീൻ എടുക്കും. അല്ലേ മേഡം, അടുത്ത മോഹൻലാലിന്റെ ഒരു ഡയലോഗ് സീനാണ്. ഓക്കെ, ഡയലോഗ് സീനാണ്. അതെ അതെ. മലയാളം കുറച്ച് കുറച്ച് പറയാനേ പറ്റുള്ളൂ. പറയണം പറയണം മലയാളം പറയണം, പറഞ്ഞു പറ്റൂ. കുറച്ച് കുറച്ച് പറയാ. കുറച്ച് കുറച്ച് പറഞ്ഞാൽ മതി. സാറി ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെയാണ്, പറഞ്ഞേക്കൂ. എന്റെ ആയക്ക് ഇഷ്ടായോ? ഒരു ചാൻസ് കൊടുക്ക. അല്ലേ, ആയിക്ക് ചാൻസ് എന്ന് പറഞ്ഞാൽ സിനിമയിലാണോ അത് ജീവിതത്തിലാണോ? സൗകര്യം പോലെ ഞാൻ കൊടുക്കും. പറയട്ടെ, എന്താ പറയാനുള്ളത് പറയൂ. ഞാനത് സാറിനോട് പറഞ്ഞാൽ സാറിനോട് കൂട്ടുവെട്ടുമോ? ഇല്ല, കൂട്ടുവിട്ടില്ല, പറയൂ പ്ലീസ്. നുള്ളി നോക്കുമോ? ഇല്ല ഇല്ല, നുള്ളി നോക്കത്തില്ല, പറയൂ. മാന്തിപ്പറിക്കുമോ? മാന്തിപ്പറിക്കില്ല, പറയൂ. സാറിന് എന്ത് സൗന്ദര്യവാ! എന്നെ അങ്ങ് കൊന്നുകൂടെ? ഒരു സംശയം കൂടി ഞാൻ ചോദിക്കട്ടെ? എന്താ സംശയം? ചോദിക്കട്ടെ? ചോദിക്കടി പെണ്ണേ. സാറിന്റെ പുറകെ ഇരിക്കുന്നത് എന്നതായത്? മോഹൻലാൽ റെഡിയാണ്, മേഡം വരൂ. മോഹൻലാലിന്റെ ഡയലോഗ് സീൻ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. You are a wonderful country. ക്ഷമിക്കു ചേട്ടാ, എന്നോട് ക്ഷമിക്കു ചേട്ടാ. ക്ഷമ ചോദിക്കാൻ ആൻസി എന്ത് തെറ്റാ ചെയ്തത്? ചേട്ടൻ വാങ്ങി വെച്ച ആ പരിപ്പ് വട ഞാൻ കണ്ടു തിന്നു. ആ കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുകയാണ് ചേട്ടാ. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് പിരിയാം. അതിനു മുമ്പ് ആൻസി എൻ്റെ കഥ കേൾക്കണം. ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു അങ്കിളിൻ്റെ ഡാഡി ആരാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എ കിങ്, അണ്ടർവെയർ കിങ്, അണ്ടർവെയറുകളുടെ രാജാവ്, അതേ ഡ്രോയർ രാജാവ്. കൊതി തീരുവോളം അണ്ടർവെയറുകൾ ഇട്ട് നടന്ന ഒരു ബാല്യമായിരുന്നു എൻ്റേത്. അച്ഛൻ്റെ മരണശേഷം എല്ലാം നശിച്ചു. ആൻസിക്കറിയോ, ഈ തെരുവിലൂടെ വള്ളിയില്ലാത്ത അണ്ടർവെയർ വരെ ഞാനിട്ട് തേരാപ്പാര നടന്നിട്ടുണ്ട്. ഇനിയിപ്പോ
ആ പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇല്ല ചേട്ടാ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ചേട്ടൻ ഈ അണ്ടർവെയർ ഇട്ട് എന്റെ മുന്നിൽ വരില്ലായിരുന്നു. ശരിയാ, ഇടാൻ ആഗ്രഹിച്ചല്ല, ഇടാതിരിക്കാനാണ് ശ്രമിച്ചതും. എന്നിട്ടും അറിയാതെ ഇട്ടുപോയി. പാടം പൂത്ത കാലത്ത് ഇട്ടതാണ്. ഇനിയിപ്പോ ഇത് അഴിച്ചു മാറ്റേണ്ട സമയമായിരിക്കുന്നു. ശരിയാ ചേട്ടാ, നല്ല നാറ്റമുണ്ട്, അഴിച്ചു കള. എന്നിട്ട് പോയി ഒന്ന് മുങ്ങിക്കുളിക്ക്. എടി, എന്നെ നന്നാക്കാൻ നീ ആരാ? ചേട്ടാ ഞാൻ ഒന്നും പറയണ്ട. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ കയറി ഒരു സംഘം പ്രമാണിമാർ എന്റെ അച്ഛനെയും അമ്മയെ ആക്രമിച്ചപ്പോ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കരച്ചില് ആരും കേട്ടില്ല. ഇല്ല ചേട്ടാ, എല്ലാം ഞാൻ ബാത്റൂമിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെടുമ്പോ നീ എല്ലാം നേടുകയായിരുന്നു. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, വൃത്തികെട്ട ശവം. ചേട്ടാ തല്ലരുത്, അഭിനന്ദനമാണ്. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇതുപോലെ അഭിനന്ദിക്കരുത്. പറഞ്ഞു മനസ്സിലായില്ലോ? അറിഞ്ഞു. എറിയപ്പെടോ. ഫീൽഡ് ക്ലിയർ. കുറെ നേരമായി ക്ലിയർ ചെയ്യാൻ തുടങ്ങി. സാർ എന്താ സാർ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം വി ആർ ഫസ്റ്റ് ടൈം. sorry, very sorry. I can't suffer കേട്ടോ. അയാള് This മഹാചീഫാ, is നീ too നേരത്തെ much, പറഞ്ഞു. you know. ഓക്കേ, പിന്നെ അത് ഒരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ചിക്കൻ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ടല്ലോ അവിടെ. അയ്യോ, ഇതാണ് സാറിന്റെ കുഴപ്പം. എന്റെ സാറേ, ചിക്കൻ നൂഡിൽസ് വേറെ, ചിക്കൻ ബിരിയാണി വേറെ, ചിക്കൻ ബിരിയാണി വേറെ, ചിക്കൻ നൂഡിൽസ് വേറെ. ഈ സാറിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല. ഈ സാറിന്റെ തലയ്ക്ക് പുറത്തും ഒന്നുമില്ല. ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട്. അത് പുറകിലല്ലേ? പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. അയ്യോ, അതെന്താ സാറേ, ഒരു കസേര ഇട്ട് തരാൻ പോലും ഇവിടെ ആളില്ല. തന്നെയുമല്ല, ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയില്ല, അറിയുമോ? അവിടെ മിനറൽ വാട്ടർ ഉണ്ടല്ലോ. ആ മിനറൽ വാട്ടർ മീൻ നാറിയിട്ട് കുടിക്കാൻ മേലുന്നേ. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ പുഴുക്കലരി വെള്ളം ഇല്ലേ, ഈ കുപ്പിക്കകത്ത് വരുന്നേ. പുഴുക്കലരി അല്ല, ബിസിലേരി. ബിസ്ലറി വാട്ടർ. ഓക്കേ, ഇപ്പൊ എത്തിക്കാം. ബോയ്സ്, ആ കസേര കൊണ്ടുവരൂ. ഒരു കസേര ഇല്ല. ഇപ്പൊ എത്തും മാഡം. എങ്ങനെ നമ്മൾ നിൽക്കുക? അല്ല, വെയിറ്റ് ചെയ്യും. അതെ അതെ, ഇരിക്കും. This is too much, you know. അതെ, യോനോ, ശരിയാ അത്. ഡാഡിയാ? ഡാഡി ആണല്ലേ? ഞാനല്ല, ആ പോയതിന്റെ ഡാഡിയാ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ഡാഡി ആണെങ്കിൽ ആള് മഹാ കോഴിയാണ് കേട്ടോ. ഇവിടെയാ കസേര. എന്നോട് എല്ലാവരും ചോദിക്കും കേട്ടോ, മാഡം അത് ഡാഡിയാണോ, അത് ഡാഡിയാണോ എന്ന്. എന്ത് ചെയ്യാം, എനിക്ക് എന്റെ മമ്മിയുടെ സൗന്ദര്യ. ഓ, അപ്പൊ മമ്മി എന്തായിരിക്കും അല്ലേ? മാഡം, ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത്. എവിടെയായിരുന്നു? ഞാൻ ബാംഗ്ലൂരായിരുന്നു, മെഡിസിന് പഠിക്കാൻ ലോ കോളേജിലെ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാ മതിയായിരുന്നു. ഈ മാഡത്തിന്റെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടോ? ഇതെന്തോ അകർത്തവ്യാധി ലോകമുള്ള പോലെ അല്ലേ? മാഡത്തിന് ഈ അസ്ട്രോളജിയിലെല്ലാം വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, സിനിമാക്കാർക്ക് എല്ലാം വലിയ വിശ്വാസമായിരിക്കും. മാഡത്തിന് വിരോധമില്ലെങ്കിൽ ആ കൈയൊന്ന് തന്നാൽ ഞാൻ നോക്കി ഫലം പറയാം. കാക്കാലനാണോ? ആക്കരുതേ. എന്തിനാക്കുന്നതാണല്ലോ. അതെല്ലോ. ഈ മാഡത്തിന്റെ ഒരു ട്യൂമർ സെൻസ്. മാഡത്തിന് ആ കൈ തന്നൂടെ? കൈ തരാലോ. തരൂ. പതുക്കെ നോക്കണേ. മാഡം, അതൊന്നും നോക്ക്, ഈ രേഖ കണ്ടോ? ഈ രേഖയുള്ള സ്ത്രീകളൊക്കെ വളരെ സുന്ദരികളായിരിക്കും കേട്ടോ. മാഡത്തിന്റെ കാര്യത്തിൽ തികച്ചും ശരിയാണ്. പറ്റിച്ച് 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 മാഡം പറ്റിച്ച് കേട്ടോ. താഴെ എന്തൊരു മാഡായത്. മാഡം, എന്റെ ഡാഡി അത്രക്കാരനാണെങ്കിലും ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഡാഡി എപ്പോ വിളിച്ചാലും ഞാൻ ആ വിളിപ്പുറത്തുണ്ടാകും. അല്ല, അങ്ങനെയാണല്ലോ അനുസരണയുള്ളൊരു മകന്റെ കടമ അല്ലേ? ഡാഡി വിളിക്കുന്നു. എവിടെ? മോനെ, എന്തോ ഇതേ സൈസ് ഇന്ത്യന്റെയും കരുത്തെ കെട്ടിക്കൊണ്ടു അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. പോയി കാറ് കഴുകി. തമാശ 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 തമാശ. വേണ്ട മാഡം, ഡാഡി ഇങ്ങനെയാ, എന്നെ എപ്പ കണ്ടാലും അപ്പ കരണത്തടിച്ച് കളിക്കും. ഡാഡി ഒക്കെ പുറത്തേക്ക് വന്നേരി, കാറ് കഴി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. എന്താ സാർ ഡ്രൈവർമാര്? നോ, നല്ല തൊലിക്കല്ലേ? നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാരി വലിച്ച് തിന്നാം വാ. പിന്നെ മാഡത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ടെന്ന് സെറ്റിലൊക്കെ ഒരു സംസാര വിഷയമായിട്ടുണ്ട്. എനിക്ക് മാഡത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തന്നെ വെച്ചു. ഞാനിങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നത് എന്താണെന്ന് മാഡത്തിന് പിടികിട്ടി കാണും. ഇല്ലല്ലോ.
അല്ല, മാഡം ആണെങ്കിൽ അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരി, ഞാനാണെങ്കിൽ അവിവാഹിതനും പണക്കാരനുമായ ഒരു ക്രോണിക് ബാച്ചലർ. Okay. അപ്പൊ എന്തുകൊണ്ടും എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് സാറേ, മേഡത്തെ ഒന്ന് വിട്ടു തരൂ. 2 മിനിറ്റ് കഴിഞ്ഞു, 2 ഷോട്ട് എടുത്തിട്ട് വിട്ടേക്കാം. വരൂ. ഷോട്ട് റെഡിയാണോ? എപ്പോഴാ റെഡിയാണ്? വരാവേ. എക്സ്ക്യൂസ് മീ. എന്നെയാണോ? അതെ അതെ. എന്താ? ഇതിനു മുമ്പ് ഷീല ഷെട്ടിയുടെ കൂടെ തന്നെയായിരുന്നു. നോനോ, ഞാൻ ദുബായിലായിരുന്നു. ഓഹോ, ദുബായിലായിരുന്നല്ലേ? വെരി ഗുഡ്. ദുബായിൽ ആയ വിസയിലായിരിക്കും അല്ലേ പോയത്? ആയ വിസയിലല്ല, പിന്നെ ആകാത്ത വിസയിൽ പോകാൻ പറ്റുമോ? പോലീസ് ഇവിടെ ചാത്തിടിയല്ലേ? അല്ല, ഞാൻ മാഡവുമായിട്ട് സംസാരിച്ചു വന്ന സംഭവം ഏകദേശം. അയ്യോ, ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാൻ സാറിനോട് സംസാരിക്കായിരുന്നു. മേഡം വിളിക്കുന്നു, ഹെയർ ഡ്രസ് ചെയ്യണ്ടേ? വേഗം ചെല്ലേ. സാർ വരുന്നില്ലേ? ഞാൻ വന്നേക്കാൻ പറ്റുള്ളൂ. സാർ എപ്പോഴും വരാമെന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കുക കേട്ടോ. അല്ലല്ലോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പിണങ്ങിയാൽ കവിള് വീർപ്പിക്കും, ഇണങ്ങിയാൽ വയറും വീർപ്പിക്കും. എങ്കിലും ഞാൻ ഉങ്ങളെ വിടമാട്ടെ, കണ്ടിപ്പാ വിടമാട്ടെ സക്കര കള്ള. பாய்த்திக்காரன் அந்த அண்ணாச்சி கடைந்து பூம்பளை வாங்க திங்கடி ரொம்ப அழகான பொண்ணு. அடாடாடாடா. എന്റെ അച്ഛാ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലല്ല. എന്നാണ്? ഷീലാ ഷെട്ടി പെണ്ണല്ല, ആണാണ്. നീ എന്നാണ് പറയുന്നത്? ഞാൻ അപ്പുറത്തേക്ക് ചെല്ലുമ്പോ ഷീലാ ഷെട്ടി മുണ്ടും മടക്കത്ത് വീഡിയോ എടുക്കണ്. ഞാൻ കണ്ടതാണെന്ന്. അയ്യോ സാറേ, ഞാനിത് എങ്ങനെ പറയും സാറേ? വർഷങ്ങളായിട്ട് എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ച എന്റെ ചാരിത്രം നശിച്ചോ സാർ? നിങ്ങൾ കാര്യം എന്താന്ന് വ്യക്തമായിട്ട് പറയാം, ഞാൻ അങ്ങനെ മനസ്സിലാക്കും. ഞാൻ കുളിമുറിയിൽ കുളിക്കാൻ കയറിയപ്പോ സാറിന്റെ ഈ ഡ്രൈവർ എന്നെ കടന്നു പിടിച്ച് നശിപ്പിച്ചോ സാർ? ഉണ്ട ചോറ് നന്നില്ല നായേ, ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നിന്റെ ഡ്രൈവർ ജോലി ഇന്നത്തോടെ എനിക്ക് മതി. താക്കോൽ കൊടുത്തിട്ട് ഇപ്പൊ ഇറങ്ങിക്കോണം. പിന്നെ നശിപ്പിക്കാൻ പിടിക്കുന്നു കണ്ടോ? പോക്ക് തരം കളിച്ചിട്ട് ഷൈൻ ചെയ്ത് കൊന്നുകളയും ഞാൻ. ലോനപ്പനെ നിനക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോടാ. ഈ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. നിന്നെ ഞാൻ ചിരിക്കണ്ട, നീ കാരണം അച്ഛനെ തല്ലിയത്. ഇപ്പൊ അച്ഛൻ എന്നെ അടിച്ചടിയുണ്ടല്ലോ, ആ അടി നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചടിയോട്ട് വരും. നോക്കിക്കോ.